എല്ലാവർക്കും സജന ഹാക്കി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാലേ. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ്. എന്തൊക്കെ കുക്കിംഗ് വീഡിയോ ഉണ്ടോ എന്ന് നോക്കാലേ. സ്പെഷ്യലായിട്ട് എന്താണ് തയ്യാറാക്കി എടുക്കുന്നത്? പാസ്ത കൊണ്ട് അടിപൊളി വെറൈറ്റി ഐറ്റം, പിന്നെ നമ്മുടെ പടവലം കൊണ്ട് അടിപൊളി തോരൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പാക്കരുത്. രുചിയുടെ കലവറ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് അടിപൊളി വെറൈറ്റി ഐറ്റങ്ങളായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ മടങ്ങിയ അടിപൊളി വ്ലോഗാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം കേട്ടോ. വ്ലോഗ് ആരംഭിച്ചിട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്താ ചായയിൽ നിന്ന് ആരംഭിച്ചിട്ടോ. മോന് 6 മണിയാകുമ്പോൾ മദ്രസയിലേക്ക് എത്തണം. അപ്പോൾ വേഗം തന്നെ ചായയൊക്കെ തിളപ്പിച്ച് അവന് കൊടുത്തു. അവൻ പോയ ശേഷം എന്താ വെള്ളയപ്പത്തിൻ്റെ മാവ് നോക്കിയപ്പോൾ നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വരുന്നത് കണ്ടിട്ടോ. നല്ല രീതിയിൽ പതഞ്ഞ് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പാത്തൂസ ഇട്ടു. അങ്ങനെ പാത്തൂസ പല്ലൊക്കെ തേച്ചിങ്ങായിട്ട് ചായ കൊടുത്തപ്പോൾ അതങ്ങോട്ട് കുടിച്ചു. പിന്നെ ഹോംവർക്കും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് മദ്രസയിലത്തെ പുസ്തകമൊക്കെ എടുത്ത് ഹോംവർക്കും കാര്യങ്ങളൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ വെള്ളയപ്പത്തിൽ പാകത്തിൻ്റെ ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സാക്കി. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. നിങ്ങൾക്കൊരു ബോറടി ആവില്ലേ എന്ന് കരുതി എടുക്കാത്ത കേട്ടോ. നമ്മൾ എപ്പോഴും വ്ലോഗിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെ എടുക്കല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ബോറടി തോന്നുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്താണെന്നറിയോ, ലൈക്ക് ആരും അടിക്കുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെ വെള്ളയപ്പൊക്കെ സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് അടിപൊളി പാസ്ത കൊണ്ടൊരു വെറൈറ്റി ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. പാകത്തിനുള്ള വെള്ളമൊക്കെ വെച്ച് നല്ല പോലെ അങ്ങ് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല രീതിയിൽ ഒരു 5 മിനിറ്റ് മതിയാവും ഇതൊന്ന് കുക്കായി കെട്ടാനായിട്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തീ അങ്ങോട്ട് ഓഫ് ചെയ്തു. ഇനി നമുക്കൊരു പാത്രം എടുത്തങ്ങായിട്ട് അതിലേക്ക് ഇട്ടുങ്ങായിട്ട് അതിലെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം കേട്ടോ. അരിപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് അതിൽ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്ത് സെറ്റാക്കി എടുത്ത് വെച്ചു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് വളരെ ടേസ്റ്റേറിയ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പാസ്ത വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ അടുപ്പത്തേക്കൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു. എന്നിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 സബോള എടുത്ത് നല്ലപോലെ കുനുകുന അരിഞ്ഞു അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ. കൂട്ടുകാർ ലൈക്ക് അടിക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ 1 പച്ചമുളകും പിന്നെ 4 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി അതങ്ങോട്ട് ചേർത്തുങ്ങായിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കും. നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകുടെയും കുത്തൊതുങ്ങുന്ന വരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് വിശേഷം അതൊക്കെ ഒന്ന് ചോദിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളി കുന അതിലേക്ക് ഇട്ട് കൊടുത്തു. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ 1 മതിയാവും കേട്ടോ. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഉടഞ്ഞു ചേരുന്നത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. കുന അരിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വയന്ന് കിട്ടും കേട്ടോ. വലുതാക്കി അരിഞ്ഞാൽ അങ്ങോട്ട് ഉടഞ്ഞു കിട്ടില്ല. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്സിക്കമാണ്. 1 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം കുന അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടിയ ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തീ നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളേ. എന്നിട്ട് നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറി മസാലയുടെ പൊടിയാണ്, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി, സ്കിപ്പായി പോയതാണ്. പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയം ഒരു ഐറ്റം ചേർക്കാനുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, നമ്മുടെ ഈ തക്കാളി സോസാണ് കേട്ടോ. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ സെറ്റാക്കി നല്ല രീതിയിലൊന്ന് വയന്ന് കിട്ടുന്നവർ നല്ല രീതിയിലൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിങ്ങായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അടിപൊളി ഐറ്റമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു പാസ്ത വെച്ചിട്ട് അടിപൊളി ഐറ്റം ഉണ്ടാക്കണമെന്നാണ്. അപ്പോൾ ഞാനിന്ന് അതങ്ങോട്ട് തയ്യാറാക്കിയെടുക്കാം എന്ന് കരുതിയിട്ടാട്ടോ ഇന്ന് രാവിലെ തന്നെ എണീറ്റത്. അങ്ങനെ നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത്, ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നു പോരുത്. ലൈക്ക് അടിച്ചോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് മാത്രമല്ല ലൈക്കും അടിക്കണം. അങ്ങനെ നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നമ്മൾ അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ മസാല നമ്മുടെ പാസ്തയിൽ പിടിക്കുന്നവർ
നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ പാസ്തയിൽ മസാല പിടിക്കുന്നവരെ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. അതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ എരിവിന് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതും ചേർത്തിനായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മല്ലിയില കുനുകുന അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ കുക്കായി വരുന്നുണ്ട്. അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാസ്ത കൊണ്ടുള്ള വെറൈറ്റി ആയിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടിപൊളി ഐറ്റമാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളയപ്പവും പാസ്തയും കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഭാഗത്ത്. അപ്പോൾ അതൊന്ന് തുളിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് തുളിച്ചെടുക്കണം. ചെറുള്ളി കുനുകുന അരിഞ്ഞു കറിവേപ്പിലിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്ത് അതൊന്ന് താളിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് വെച്ച വളരെ രുചികരമായ മീൻ കറിയാണ് സെറ്റായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ സെറ്റായിട്ടോ. ഇനി നമുക്ക് പടവലങ്ങ കൊണ്ട് അടിപൊളി തോരൻ റെഡിയാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി തോരനാണ് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റ് ചെയ്യുക പടവലങ്ങ തോരൻ. പടവലങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മ. പിന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തി കിട്ടിയത് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ മത്തി ഫ്രൈ ചെയ്തു. പിന്നെ നമ്മുടെ മീൻ കറിക്ക് അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഒരു ചെറിയൊരു സബോള അരിഞ്ഞായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പടവലങ്ങ അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നാളികേരം ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ഇട്ടുങ്ങായിട്ട് അടിപൊളി വളരെ ടേസ്റ്റിയായി വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ തോരൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ മീൻകറി സെറ്റായി. പിന്നെ തോരൻ സെറ്റായി. പിന്നെ നമ്മുടെ മത്തി ഫ്രൈ ചെയ്ത് സെറ്റാക്കി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാനാട്ടോ പോകുന്നത്. അതിന് ശേഷം കുറച്ച് ക്ലീനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞാൽ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഒരു പതിവാട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും നല്ല രീതിയിലൊന്ന് നമ്മുടെ പാത്രം കഴിക്കുന്ന വിമ്മ് ലിക്വിഡില്ലേ അതിലെ 2 ഡ്രോപ്പ് നമ്മുടെ തുണിയിലേക്ക് വീത്തിങ്ങായിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിനായാലും നമ്മുടെ വീതനയ്ക്കായാലും നല്ല രീതിയിൽ തിളക്കം കിട്ടും. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാണ് സ്ഥിരമായിട്ട് ചെയ്യാറ്. അപ്പോൾ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കും കേട്ടോ എൻ്റെ ഗ്യാസ് അടുപ്പും വീതനയൊക്കെ. അതങ്ങോട്ട് സെറ്റാക്കി പിന്നെ നമുക്ക് അതിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അങ്ങനെ അതൊക്കെ കഴുകിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ലൈക്കൊന്നും ആരും അടിക്കുന്നില്ല. എന്നാലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അടുക്കള ക്ലീൻ ചെയ്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.